വിധി ആ മത്സരത്തെ അങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോകുമെന്ന് നെയ്മർ കരുതി കാണുമോ? എക്സ്ട്രാ ടൈമിൽ ലിവാക്കോവിച്ച് നനച്ചിരിക്കാത്ത നേരത്താണ് ക്രൊയേഷ്യൻ വല കുലുങ്ങിയത്. ഗോൾ മുഖത്ത് വലനെയ്ത് നെയ്മർ ബോക്സിലേക്ക് കടക്കുന്നു. മോഡ്രിച്ച് നോക്കി നിൽക്കുകയായിരുന്നു ആ സഞ്ചാരം. ബോക്സിൽ ബോണാസോസ അയാളുടെ പിറകെ കൂടി. എന്നാൽ കാര്യമുണ്ടായില്ല. അത്രയും നേരം ലിവാക്കോവിച്ച് പൊളിയാതെ കത്ത ക്രോട്ട് കോട്ട തകർന്നു. സോസ വലക്കുള്ളിൽ മുഖമമർത്തി കിടന്നു. പക്ഷെ 10 മിനിറ്റിനകം ക്രൊയേഷ്യയുടെ മറുപടി എത്തി. കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം അവശേഷിക്കെ ചാരത്തിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പെറ്റ്കോവിച്ച് ക്രൊയേഷ്യയുടെ കൈപിടിച്ച് ആകാശത്തേക്ക് പറന്നു. ലിവാക്കോവിച്ച് അതിനോടകം ആ ടൂർണമെന്റിന്റെ ഹോട്ട് ടോപ്പിക്കായി മാറിയിട്ടുണ്ട്. ക്രൊയേഷ്യൻ ഡിഫൻസ് പൊളിച്ചാലും അയാളെ കൂടെ മറികടന്ന് വേണം നിങ്ങൾക്ക് പന്ത് വലയിലെത്തിക്കാൻ. ഷൂട്ടൌട്ടിൽ അതിനാൽ തന്നെ കാനറികളെക്കാൾ ആത്മവിശ്വാസം ക്രൊയേഷ്യക്കായിരുന്നു. ഒടുവിൽ അത് സംഭവിച്ചു. മാർക്കിഞ്ഞോസും റോഡ്രിഗോയും പെനാൽറ്റികൾ പാഴാക്കി. നെയ്മർ മൈതാനത്ത് കണ്ണീർ വാർത്തിരുന്നു. അയാളെ ആശ്വസിപ്പിക്കാൻ ഇവാൻ പെരിസിച്ചിന്റെ മകൻ ലിയോ ഓടിയെത്തി. ബ്രസീലിയൻ താരം അവനെ ചേർത്ത് പിടിച്ചു. ഖത്തർ ലോകകപ്പിൽ ആരാധകരുടെ മിഴിനിറച്ച ഓർമ്മചിത്രങ്ങളിൽ ഒന്നായിരുന്നു അത്. ദിവസങ്ങൾക്ക് മുമ്പ് കാർലോ ആഞ്ചലോട്ടി ലോകകപ്പിനുള്ള ബ്രസീലിയൻ ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ സകലരും കാത്തിരുന്നത് നെയ്മർ സ്ക്വാഡിൽ ഉണ്ടാകുമോ എന്നറിയാനാണ്. ഫിറ്റ്നസ് അയാളെ സംബന്ധിച്ച് ഏറെക്കാലമായി ഒരു ക്വസ്റ്റ്യൻ മാർക്കാണല്ലോ. അതേസമയം നെയ്മർ ഒഴിച്ചിടുന്ന വിടവ് ആര് നികത്തും എന്ന ചോദ്യവും പ്രസക്തമായി അവിടെ കിടപ്പുണ്ട്. അതങ്ങനെ പെട്ടെന്ന് ഫിൽ ചെയ്യാനാകുന്ന വിടവല്ലെന്ന് സകലർക്കും അറിയാം. സമീപകാലത്ത് അയാൾ ഇല്ലാതെ ബ്രസീൽ ഇറങ്ങിയ മത്സരങ്ങൾ മാത്രം എടുത്തു നോക്കിയാൽ മതി. കാർലോ ആഞ്ചലോട്ടി മാസങ്ങളായി നെയ്മറിനെ സാഗുതം വീക്ഷിക്കുന്നുണ്ട്. പ്രതീക്ഷകളുടെ വർത്തമാനങ്ങൾ കാർലോ ആരാധകർക്ക് ഇടയ്ക്കിടെ നൽകിക്കൊണ്ടിരുന്നു. ഒടുവിൽ അയാൾ ആ പേര് പ്രഖ്യാപിച്ചു. നെയ്മർ ബാക്ക്. തൻ്റെ 34-ാം വയസ്സിൽ നെയ്മർ 4ാം ലോകകപ്പ് കളിക്കാൻ ഒരുങ്ങുന്നു. ബ്രസീലിയൻ ഫുട്ബോൾ ഹിസ്റ്ററിയിലെ ഇതിഹാസ നാമങ്ങൾക്കൊപ്പമാണ് നെയ്മറിന്റെ പേര് എഴുതി വെക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ നാളിതുവരെ ദേശീയ കുപ്പായത്തിൽ ഒരു വിശ്വകിരീടം അയാൾക്ക് ഷെൽഫിലെത്തിക്കാനായിട്ടില്ല. 2014-ൽ ബൊലെ ഹൊറിസോണ്ടെ ദുരന്തം അരങ്ങേറുമ്പോൾ നെയ്മർ ഗാലറിയിലായിരുന്നു. ഇവാൻ സുനിഗിയുടെ ചവിട്ടിട്ട് പുറത്തായ അയാൾക്ക് സെമി നഷ്ടമാകുമെന്ന് ഉറപ്പായി. തിയാഗോ സിൽവയും അന്ന് ടീമിലുണ്ടായിരുന്നില്ല. ഒടുവിൽ ഫുട്ബോൾ മൈതാനങ്ങളിൽ തന്നെ മഹാദുരന്തങ്ങളിലൊന്ന് അന്ന് ബ്രസീലിയൻ മണ്ണിൽ വെച്ച് അരങ്ങേറി. അവിടുന്ന് പിന്നെ ബ്രസീൽ വിശ്വവേദിയിൽ ഒരിക്കൽ പോലും ക്വാർട്ടർ പോലും കടന്നിട്ടില്ല. 2018-ൽ ബെൽജിയത്തോട് പരാജയം ഏറ്റുവാങ്ങി പുറത്തായി. 2022-ൽ ക്രൊയേഷ്യയോടും. ഈ 2 തവണയും നെയ്മർ ടീമിലുണ്ടായിരുന്നു. ഇക്കുറിയും അയാൾ ടീമിലുണ്ട്. പഴയ വീര്യമൊന്നുമില്ലെങ്കിലും ആ പേര് ബ്രസീലിയൻ ആരാധകർക്ക് ഒരു പ്രതീക്ഷയാണ്. ആഞ്ചലോട്ടി തൻ്റെ പേര് പ്രഖ്യാപിച്ചതും സർവം മറന്ന് പൊട്ടിക്കരയുന്ന നെയ്മറിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. റഫീഞ്ഞയെ വീഡിയോ കോൾ ചെയ്യുമ്പോഴും അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരിക്കൽ കൂടി മൈതാനങ്ങളിൽ അയാളുടെ കണ്ണീര് കാണാൻ വയ്യ ആരാധകർക്ക്. എന്നാൽ ഇക്കുറി അത്ര പ്രതീക്ഷ വെക്കാനാകുന്നില്ല അവർക്ക് ആ ടീമിൽ. 2010-ലാണ് നെയ്മർ ബ്രസീലിന്റെ മഞ്ഞക്കുപ്പായത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. ദക്ഷിണാഫ്രിക്കൻ ലോകകപ്പ് ടീമിലേക്ക് താരത്തെ പരിഗണിക്കണം എന്ന മുറവിളികൾ നേരത്തെ തന്നെ ഉയരുന്നുണ്ട്. പെലെയും റൊമാരിയോയും അടക്കമുള്ള ഇതിഹാസങ്ങൾ പലരും ദുങ്കയോട് നെയ്മറെ ടീമിലെടുക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ദുങ്ക സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ നെയ്മറിന്റെ പേര് അതിലാരും കണ്ടില്ല. സമയമായിട്ടില്ല എന്നായിരുന്നു അന്ന് ദുങ്കയുടെ പ്രതികരണം. അതേ വർഷം തന്നെയാണ് നെയ്മർ ദേശീയ കുപ്പായത്തിൽ തൻ്റെ അരങ്ങേറ്റം കുറിക്കുന്നതും. അരങ്ങേറ്റത്തിൽ തന്നെ USA-ക്കെതിരെ വലകുലുക്കി വരവറിയിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അയാൾ ബ്രസീലിയൻ ഫുട്ബോളിന്റെ ഫ്യൂച്ചറാണെന്ന് ഫുട്ബോൾ ലോകത്തെ ബോധ്യപ്പെടുത്തി. 2013 കോൺഫെഡറേഷൻ കപ്പ്, ആ ടൂർണമെന്റ് അയാളുടെ കരിയറിലെ തന്നെ വഴിത്തിരിവായിരുന്നു. കലാശപ്പൂരിൽ ലോക ചാമ്പ്യന്മാരായ സ്പെയിനെ ബ്രസീൽ എതിരില്ലാത്ത 3 ഗോളിന് മരക്കാനയിൽ വെച്ച് തരിപ്പണമാക്കി. അന്ന് 44-ാം മിനിറ്റിൽ ഐക്കർ കസിയസിന് പിടികൊടുക്കാതെ അയാളുടെ ഇടങ്കാലിൽ നിന്ന് ഒരു വെടികുണ്ട പായുന്നുണ്ട് വലയിലേക്ക്. ആബ്സല്യൂട്ട് സ്റ്റണ്ണർ. ബ്രസീലിന്റെ നമ്പർ 10 ജേഴ്സി അയാളെ സംബന്ധിച്ച് വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. 2014 ലോകകപ്പ് മുതലാണ് നെയ്മറിനെ വിടാതെ പരിക്കുകൾ പിന്തുടരാൻ ആരംഭിച്ചത്. കൊളംബിയക്കെതിരായ മത്സരത്തിലെ പരിക്ക് ഗുരുതരമായിരുന്നു. അന്ന് നെയ്മറിനെ പരിഹസിച്ച് ഒരു സ്പൈനൽ കോഡ് സ്കെൽട്ടണുമായി ആഘോഷിക്കുന്ന അർജന്റീൻ ആരാധകരുടെ ചിത്രങ്ങൾ വലിയ വാർത്തയായി. സ്വന്തം മണ്ണിൽ അരങ്ങേറുന്ന ടൂർണമെന്റിൽ ബ്രസീൽ അന്ന് ഹോട്ട് ഫേവറേറ്റുകളായിരുന്നു. സെമി വരെയുള്ള അവരുടെ പടയോട്ടത്തിൽ നെയ്മർ വഹിച്ച റോൾ ചെറുതല്ല. അതിനു മുമ്പ് അവർ സ്കോർ ചെയ്ത 10-ൽ 5 ഗോളിലും നെയ്മറിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. എന്നാൽ ബൊലെ ഹൊറിസോണ്ടയിലെ ആ ദുരന്തം ഗാലറിയിൽ നിറകണ്ണുകളോടെ ഇരുന്ന് കാണാനായിരുന്നു അയാളുടെ വിധി. 2018 ലോകകപ്പിന് 1 വർഷം മുമ്പാണ് നെയ്മർ ബാഴ്സലോണ വിട്ട് PSG-ക്കൊപ്പം ചേരുന്നത്. റഷ്യൻ ലോകകപ്പിൽ അയാൾ ആരാധകർക്കിടയിൽ ഒരു പരിഹാസ കഥാപാത്രമായിരുന്നു. നെയ്മറുടെ ഫിറ്റ്നസ് നേരത്തെ തന്നെ ഒരു ചോദ്യചിഹ്നമായി അന്തരീക്ഷത്തിൽ കിടപ്പുണ്ട്. ലോകകപ്പിൽ
ചെറിയ ഫൗളുകൾക്ക് പോലും അയാൾ മൈതാനത്ത് നിലതെറ്റി വീണു. അമിതാഭിനയമാണ് അതൊക്കെയെന്ന് എതിരാളികൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു. പിന്നീട് അതൊക്കെ മീമുകളായി. ക്വാർട്ടറിൽ അന്ന് ബെൽജിയത്തിന് മുന്നിൽ ബ്രസീലിന്റെ പടയോട്ടം അവസാനിച്ചു. 2019 പരിക്കേറ്റ നെയ്മറില്ലാതെയാണ് ബ്രസീൽ കോപ്പ അമേരിക്ക കിരീടം ചൂടിയത്. പ്രൊഫസർ ടിറ്റയുടെ കീഴിൽ ലാറ്റിൻ അമേരിക്കയിൽ ഒരു പുതിയ കളിക്കൂട്ടം ഉയർന്നു വന്നു. നെയ്മറെ ആശ്രയിക്കാതെയും ബ്രസീലിന് കിരീടമടിക്കാമെന്ന് ടിറ്റെ ഈ മൈതാനങ്ങളോട് വിളിച്ചു പറഞ്ഞു. സെമിയിൽ അർജന്റീനയെയും ഫൈനലിൽ പെറുവിനെയും വീഴ്ത്തി കാനറിപ്പട അന്ന് വൻകരയുടെ ചാമ്പ്യന്മാരായി. 2021 കോപ്പ അമേരിക്കയിൽ ബ്രസീലിനരികിൽ നെയ്മർ ഉണ്ടായിരുന്നു. എന്നാൽ കലാശപ്പോരിൽ അർജന്റീനയോട് തോൽക്കാനായിരുന്നു വിധി. അന്ന് ബ്രസീലിനരികിൽ തങ്ങൾ ഭയന്ന ഒരേ ഒരാൾ നെയ്മറായിരുന്നുവെന്ന് തുറന്നു സമ്മതിക്കുന്നുണ്ട് പല അർജന്റീൻ താരങ്ങളും. അർജന്റീൻ ഡിഫൻഡർമാർ അതുകൊണ്ട് തന്നെ അയാളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് അന്ന് പലവരും കണ്ടു. ഒട്ടമെന്റി ആ കിരീടം വിട്ടുകൊടുക്കില്ലെന്ന വാശിയിലായിരുന്നു. കോൺഫെഡറേഷൻ കപ്പിന് ശേഷം ഒരു മേജർ ട്രോഫിക്കായുള്ള നെയ്മറുടെ കാത്തിരിപ്പ് നീണ്ടു. ഖത്തർ ലോകകപ്പും കഴിഞ്ഞു. 2024 അരങ്ങേറിയ കോപ്പയിൽ ബ്രസീൽ സ്ക്വാഡിൽ പരിക്കേറ്റ നെയ്മറിന് ഇടമുണ്ടായിരുന്നില്ല. ക്വാർട്ടറിൽ യുറുഗ്വയോട് തോറ്റ് അവർ പുറത്തായി. അർജന്റീന ലോകകപ്പിൽ തുടങ്ങിയ തങ്ങളുടെ അജയ്യമായ പടയോട്ടം കോപ്പയിലും ആവർത്തിച്ചു. പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പുകളുടെ ക്ഷീണം അവർ തീർക്കുകയായിരുന്നു. സ്കാലോണിക്ക് കീഴിൽ 3ാം മേജർ ട്രോഫി അർജന്റീൻ മണ്ണിലെത്തി. PSG നിന്ന് അൽ ഹിലാലിലേക്കുള്ള കൂടുമാറ്റത്തിന് ശേഷവും പരിക്ക് നെയ്മറിനെ വിടാതെ പിന്തുടർന്നു. 2023 ഒക്ടോബറിലേറ്റ ഇഞ്ചുറി അയാളെ പുറത്തിരുത്തിയത് 1 വർഷത്തോളമാണ്. തിരിച്ചെത്തിയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. വിരലിലെണ്ണാവുന്ന മത്സരങ്ങൾ കളത്തിലിറങ്ങുമ്പോഴേക്കും വീണ്ടും പരിക്ക്. 2025 ബ്രസീൽ ജേഴ്സിയിൽ കളത്തിലിറങ്ങാതെ നെയ്മർ 2 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. ആ വർഷമാണ് സാന്റോസിലേക്കുള്ള അയാളുടെ വൈകാരികമായ കംബാക്ക്. ലോകകപ്പ് ക്വാളിഫയറുകളിൽ ബ്രസീൽ ആരാധകരെ ഏറെ നിരാശപ്പെടുത്തി. തങ്ങളുടെ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും മോശം ക്യാമ്പയിനിലൂടെയാണ് കാനറിപ്പട സഞ്ചരിച്ചത്. ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് 5ാം സ്ഥാനക്കാരായാണ് അവർ ലോകകപ്പിന് യോഗ്യം നേടിയത്. അപ്പോഴൊന്നും നെയ്മർ ബ്രസീലിയൻ കുപ്പായത്തിൽ ഉണ്ടായിരുന്നില്ല. സാന്റോസിനൊപ്പം സമീപകാലത്ത് നെയ്മർ പുറത്തെടുത്ത ഒരുപിടി മികച്ച പ്രകടനങ്ങൾ ആരാധകർക്ക് നൽകുന്ന പ്രതീക്ഷകൾ ചെറുതല്ല. അതേസമയം അയാളുടെ ഫിറ്റ്നസ് ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ലോകകപ്പ് ടീമിനെ പ്രഖ്യാപിച്ചതിന് ശേഷവും ഒരിക്കൽ നെയ്മറിന് പരിക്കേറ്റത് ആരാധകരുടെ ആദി ഇരട്ടിപ്പിച്ചു. 2002 ലോകകപ്പ് ഓർമ്മയില്ലേ? റൊണാൾഡോ നസാരിഗോയുടെ പരിക്ക് അന്ന് മാനേജ്മെന്റിന് വലിയൊരു തലവേദനയായിരുന്നു. അയാളെ ടീമിലെടുക്കുമ്പോൾ പലരും ചോദ്യമുയർത്തി. എന്നാൽ ബ്രസീലിന് ലോകകപ്പ് നേടിക്കൊടുത്താണ് R9 അന്ന് വിമർശകരുടെ വായടപ്പിച്ചത്. ബ്രസീൽ അവസാനമായി ഒരു ലോകകപ്പ് നേടിയത് അന്നാണ്, 2.5 പതിറ്റാണ്ട് മുമ്പ്. നെയ്മറെക്കുറിച്ച് അത്ര വലിയ പ്രതീക്ഷകൾ വെക്കാനാകുമോ എന്നൊക്കെ പലരും ചോദിച്ചേക്കാം. പക്ഷേ ഫുട്ബോളാണ്. അസാധ്യമായ പലതിനെയും ഈ മൈതാനങ്ങൾ അകത്തൊളിപ്പിച്ച് വെച്ച് കാത്തിരിപ്പുണ്ട്. നെയ്മർ ആ വിശ്വകിരീടം ബ്രസീലിയൻ മണ്ണിലെത്തിക്കട്ടെ. ജോഗോ ബൊണീറ്റോ ഈ മൈതാനങ്ങളെ ഒരിക്കൽ കൂടി ലഹരി പിടിപ്പിക്കട്ടെ.